സംസ്ഥാനത്ത് പോലീസ് സേനാ നവീകരണത്തിന്റെ മറവിൽ വൻ അഴിമതി. ഇലക്ട്രോണിക് ബീറ്റ് പദ്ധതി നടപ്പിലാക്കിയതിൽ 1.87 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന് കണ്ടെത്തൽ. പദ്ധതിക്കായി സ്ഥാപിച്ച ഉപകരണങ്ങൾ ഉപയോഗയോഗ്യമല്ലെന്നാണ് കണ്ടെത്തൽ. പോലീസ് ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലുള്ള പദ്ധതിയിലാണ് അഴിമതി നടന്നത്. റിപ്പോർട്ടർ അന്വേഷണ പരമ്പര തീക്കട്ടയിൽ ഉറുമ്പരിക്കുമ്പോൾ. ബീറ്റ് കേന്ദ്രങ്ങളിൽ പോലീസുകാർ എത്തുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള പുസ്തകങ്ങൾ ഒഴിവാക്കി ഇലക്ട്രോണിക് ബീറ്റ് സമ്പ്രദായം ഏർപ്പെടുത്താനുള്ള പദ്ധതിയാണ് നവീകരണത്തിന്റെ ഭാഗമായി നടപ്പാക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്തെ 7 പോലീസ് ജില്ലകളിലായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഇലക്ട്രോണിക് ബീറ്റ് സമ്പ്രദായം ഏർപ്പെടുത്താനുള്ള പദ്ധതിക്ക് 1.87 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. പദ്ധതി നടപ്പാക്കാൻ ബാംഗ്ലൂർ ആസ്ഥാനമായ വൈഫിനിറ്റി ടെക്നോളജി എന്ന സ്ഥാപനത്തിനായിരുന്നു കരാർ. RFID റീഡേഴ്സും 7450 ടാഗുകളും സ്ഥാപിക്കുന്നതിനൊപ്പം പദ്ധതിക്കുള്ള സോഫ്റ്റ്വെയർ കൂടി നൽകണമെന്നായിരുന്നു കരാർ. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മതിയായ പരിശീലനം നൽകണമെന്നും കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. എന്നാൽ കരാർ ഒപ്പുവെച്ച് 2 വർഷമായിട്ടും പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടില്ല. പദ്ധതി പൂർത്തീകരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അന്വേഷണത്തിന് ശേഷം നവീകരണത്തിന്റെ ചുമതലയുള്ള ADGP പോലീസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വെളിവായത് വൻ അഴിമതി കഥ. റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇങ്ങനെ: ബാംഗ്ലൂരിലെ വൈഫിനിറ്റി ടെക്നോളജീസ് വഴി നടപ്പാക്കിയ ഈ ബീറ്റ് പദ്ധതി പൂർണ്ണ പരാജയം. ഒരിടത്ത് പോലും പ്രവർത്തനക്ഷമമല്ല. പദ്ധതിക്ക് ചെലവഴിച്ച 1,87,81,607 രൂപ പാഴായി. 2 വർഷത്തെ പലിശ കൂടി കണക്കിലെടുത്താൽ 2.25 കോടിയിലധികം രൂപയുടെ നഷ്ടം. നൽകാനുള്ള സോഫ്റ്റ്വെയർ പോലും വൈഫിനിറ്റി ടെക്നോളജീസ് കൈമാറിയില്ല. മാത്രവുമല്ല, കമ്പനി ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. അതായത് ഇനി പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനും കഴിയില്ല. അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന നിർണായക കണ്ടെത്തലും അന്വേഷണ സംഘം കണ്ടെത്തി. ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാണോ എന്ന് പോലും നോക്കാതെ പോലീസ് ആസ്ഥാനത്ത് എത്തിയപ്പോൾ തന്നെ കരാറുകാർക്കുള്ള പണം കൈമാറിയിരിക്കുന്നു. പോലീസ് നവീകരണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചു എന്നർത്ഥം. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച പദ്ധതിയായതിനാൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഏജൻസിയുടെ അന്വേഷണമാകും ഇക്കാര്യത്തിൽ ഗുണകരമാവുക. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട ഇടപാടായതിനാൽ സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാകും. രതീഷ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.